അങ്ങ് പറയുന്ന കാര്യങ്ങൾക്ക് അടുത്ത് ഞാൻ അങ്ങനെയൊക്കെയാണ് വരുന്നത്. ഒരു നിമിഷം ഞാൻ ശ്രീ പ്രമോദ് പുഴകരയിലേക്ക് ഞാൻ പറയുകയാണ്. ശ്രീ ഫസൽ ഗഫൂറിലേക്ക് ഞാൻ ഇങ്ങനൊരു മരത്തലേനെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. നശൂല ഇപ്പോ ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന സിനിമ, ആ സിനിമയിൽ ജാനകി എന്ന പേര് അതൊരു മതവിശ്വാസവുമായി ബന്ധപ്പെട്ടതുകൊണ്ട് മാത്രമാണ് അതിന്റെ സർട്ടിഫിക്കേഷൻ നടക്കാത്തത് എന്ന ആരോപണമാണ് അതിന്റെ പ്രൊഡക്ഷൻ ഹൗസ് ഉന്നയിക്കുന്നത്. അത് കോടതി വരെ എത്തുകയും ചെയ്യുന്നു. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്നത്? എന്ത് പുതിയ ആശയം മുന്നോട്ട് വെക്കണമെങ്കിലും, എന്ത് പുതിയ കലാരൂപം മുന്നോട്ട് വെക്കണമെങ്കിലും ആരെയൊക്കെയാണ് സമൂഹം തൃപ്തിപ്പെടുത്തേണ്ടത്? അപ്പോ എന്റെ ചോദ്യം ഇതാണ്, ആരാണ് ഞാൻ? വൈ ഷുഡ് കോയാസ് ഹാവ് ഓൾ ദ ഫൺ എന്നതാണ് എനിക്കിവിടെ ചോദിക്കാനുള്ളത്. മുസ്ലിങ്ങൾക്ക് മാത്രം കുരു പൊട്ടിയാൽ പോരല്ലോ, കുറച്ച് നമ്മളുടെ ഹിന്ദു മതവിശ്വാസികൾക്കും കുരുകളൊക്കെ പൊട്ടട്ടെന്നേ. അതാണ് ഇപ്പൊ നാട്ടുകാർ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പണ്ട് കാലത്ത് ഇവിടെ ഏത് പോലെയാണോ ഈ ഹിന്ദു മത വിഷയങ്ങളൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ട് വിമർശന വിധേയമാക്കിക്കൊണ്ട് സിനിമകളൊക്കെ വന്നിരുന്നത്, നിർമാല്യം പോലെയുള്ള മൂവികളൊക്കെ ഇവിടെ വന്നിരുന്നത്, നാശത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത്. ആ കാലത്ത് നിന്ന് മാറിയിട്ട് ഇന്ന് ഒരു സിനിമയിൽ ഒരു കഥാപാത്രത്തിന് ജാനകി എന്ന് പേരിടുമ്പോൾ അത് ഒരു ഹൈന്ദവ ഒരു പുരാണത്തിലേക്ക് കണക്ട് ചെയ്തുകൊണ്ട് അതിനെ തടയുന്ന ഒരു അവസ്ഥ ഇവിടെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ഞങ്ങൾ അങ്ങ് സഹിച്ചു. ഇത് തിരിച്ചുപോക്കാണ് സംഭവിക്കുന്നത്. നമ്മൾ നേടിയിരുന്ന ഒരു ഉന്നതിയിൽ നിന്നും പിന്നോട്ടുള്ള നടത്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 100% ഞാൻ യോജിക്കുന്നു. അതിനാരാണ് വഴിവെക്കുന്നത് എന്നുള്ളത് ചോദിക്കുമ്പോഴാണ് നമ്മളിവിടെ ഈ പറയുന്ന വിഷയത്തിലേക്ക് സൂംബയിലേക്ക് നമ്മൾ വരേണ്ടതായിട്ട് വരാം. ഞാനത് അങ്ങനെ തന്നെ പറയുള്ളൂ. കാരണം ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പറയുകയാണെങ്കിൽ ഒരു തവണ പോലും നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഇസ്ലാമിനെ വിമർശിച്ചുകൊണ്ടുള്ള ഒരു കാര്യം ചെയ്തതിനുള്ള തെളിവ് ചരിത്രത്തിൽ നിങ്ങൾക്ക് കിട്ടില്ല. മുഹമ്മദ് നബിയുടെ ചരിത്രത്തിൽ പോലും കിട്ടില്ല. മുഹമ്മദ് നബിയെ വിമർശിച്ചുകൊണ്ട് കവിത എഴുതിയ ആളുകളെ കൊന്നു തള്ളിയ ചരിത്രമാണ് ഇവിടെ ഉള്ളത്. അപ്പൊ അങ്ങനെയുള്ളപ്പോ ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇസ്ലാമിന് ഒരു തരത്തിലും ഒരു നവോത്ഥാനം എന്ന് പറയുന്നതിന് വെളിച്ചം ലെവലേശം അടിച്ചിട്ടില്ലാത്ത ഒരു സംഗതിയാണ് ഇസ്ലാം എന്ന് പറയുന്നത്. അത് ശരിയാ. അതിനുവേണ്ടി തുടക്കമിട്ടിരുന്ന ഇസ്ലാമിക് ഗോൾഡൻ അങ്ങേക്ക് അങ്ങ് പറയുന്ന കാര്യങ്ങൾക്ക് ഞാനൊന്ന് മുഴുവനാക്കട്ടെ, എന്നിട്ട് നിങ്ങൾക്ക് ഞാൻ മുഴുവനാക്കിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കുറ്റം കണ്ടുപിടിച്ച് തടസ്സം അപ്പൊ അവരോട് ഞാൻ പറയുന്നത് മുഴുവൻ കേൾക്കൂ. എന്നെ ഹനുമാനിലായിരുന്നില്ല എല്ലാരും വിളിച്ചിരുന്നത്. ഈ മോന്ത കണ്ടിട്ടാ? ചാട്ടം കണ്ടിട്ട്. നമുക്ക് എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം. ഇത്തരം ഈ സാമുദായിക താല്പര്യങ്ങൾ അല്ലെങ്കിൽ മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിന് മേലുള്ള സാമുദായിക താല്പര്യങ്ങളെ വിമർശിച്ച് സംസാരിക്കുന്നു എന്ന നിലയ്ക്ക് അങ്ങേ മനസ്സിലാക്കി തന്നെയാണ് ഞാൻ അങ്ങേ വളരെ ബഹുമാനപൂർവ്വം ചർച്ചയിലേക്ക് വിളിച്ചത്. പക്ഷേ ഹിന്ദുക്കളെ ആരും സംഘികളെന്ന് വിളിക്കുന്നില്ല, മുസ്ലിംസിനെ ആരും കോയ എന്ന് വിളിക്കുന്നില്ല. അങ്ങനെ വിളിക്കുക, അങ്ങനെ ഡീഗ്രേഡ് ചെയ്ത് സംസാരിക്കുക, ആ നിലയിൽ കാണുക എന്ന് പറയുന്നത് വളരെ ചുരുങ്ങിയ കാഴ്ചപ്പാടാണ്. അയ്യോ അങ്ങനെ പറയരുത് പ്ലീസ്. മറ്റുള്ളവരോട് ബഹുമാനമില്ലാത്തതുമായ കാഴ്ചപ്പാടാണ്. വ്രണം പൊട്ടുന്ന ആളുകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അവരെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഒരു ദയം നമ്മൾ പ്രതീക്ഷിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അവരെ നമ്മൾ അങ്ങനെ തന്നെ വിളിക്കുള്ളൂ. ഓക്കെ, ഇങ്ങനെ തന്നെ വേണം. ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ നമ്മൾ കണ്ടത് ഒരു പച്ചയായ തട്ടിപ്പ് ശ്രമമാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അതായത് ഇവിടെ ആദ്യം ഇതിനെക്കുറിച്ച് പറഞ്ഞ ആൾ പറഞ്ഞത് ഇതൊരു തുണി അഴിച്ചിട്ട് നടത്തുന്ന ഈ അല്പവസ്ത്രധാരികളുടെ ഒരു അഴിഞ്ഞാട്ടം എന്നുള്ള രീതിയിലാണ് ഇതിനെ ആദ്യം വിശദീകരിക്കുന്നത്. 9Cയിലും മിലനും മിഴിയും ഇരട്ടകളായിട്ടും ഒരേ വാഷ് ബേസിൽ കൈകഴുകാൻ സമ്മതിച്ചിട്ടില്ല ഞാൻ. അപ്പോഴാണ് നിർത്തിക്കും ഞാൻ. അത് കഴിഞ്ഞിട്ട് ഫൈസി ഇവിടെ പറഞ്ഞ എന്താണ്, ഇതൊരു ആഭാസമാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇത് പറഞ്ഞു കഴിയുമ്പോൾ എയറിലാകും എന്ന് മനസ്സിലാക്കിയിട്ട് ഇപ്പൊ അവിടെ പറഞ്ഞു വെക്കുന്നത് എന്താണ്, ഇത് ജനാധിപത്യ രീതിയിൽ ചർച്ച ചെയ്തില്ല, പഠനമുണ്ടായില്ല എന്നാണ് ഒക്കെ പറയുന്നത്. കേട്ടോ ബാലു,
പഠനമുണ്ട്. എന്ന് വെച്ചാൽ ഈ സൂംബ പോലെയുള്ള ഈ എന്താ പറയാ ഒരു ഡാൻസ് ഫിറ്റ്നസ് മോഡൽസ് ഇതുപോലുള്ള സാധനങ്ങൾ വെച്ചുകൊണ്ട് എയറോബിക് എക്സസൈസ് എന്നുള്ള രീതിയിൽ അതിന്റെ ഗുണങ്ങൾ കുറിച്ചിട്ടുള്ള പഠനങ്ങൾ മുന്നേ വന്നിട്ടുള്ളതാണ്. ഇതിന് ഗുണമുണ്ട് എന്നുള്ളത് മുന്നേ തെളിഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? അത് നിങ്ങൾ അവിടെ ഉണ്ടായിരിക്കെ തെളിവുണ്ടോ എന്നൊക്കെ ചോദിച്ച് നടക്കുന്നത് നിങ്ങളുടെ മുന്നിലിരിക്കുന്ന നിങ്ങൾ ഉന്നയിച്ചിട്ടുള്ള തെറ്റായ പൊള്ളയായ ഇത്തരത്തിലുള്ള വാദങ്ങൾ അത് പിടിക്കപ്പെടുമെന്ന് കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു രക്ഷപ്പെടാനുള്ള ഒരു വഴി മാത്രമായിട്ടാണ് നിങ്ങൾ ഇപ്പൊ ഈ ജനാധിപത്യ മര്യാദയെ കുറിച്ച് പറയുന്നത്, നിങ്ങൾ ശാസ്ത്രീയമായ തെളിവുകളെ കുറിച്ച് പറയുന്നത്. ശാസ്ത്രീയമായ തെളിവുകളെ കുറിച്ചൊക്കെയാണ് പറയുന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പറയേണ്ടത്. ചെറിയ കുട്ടികളിൽ നിങ്ങൾ നടത്തുന്ന ചേലാകർമ്മം അതിനെന്ത് ശാസ്ത്രീയമായ തെളിവാണുള്ളത്? സ്ത്രീകളിൽ നിങ്ങൾ അത് നടത്തുന്നു, അതിനെന്ത് ശാസ്ത്രീയമായ തെളിവാണുള്ളത്? കേന്ദ്രം എന്ന് പറയുന്ന ഞാനൊന്ന് ഇടപെടുകയാണ്. ഒറ്റ മിനിറ്റ് ശ്രീ ഫസൽ ഗഫൂർ, ഞാൻ അങ്ങയിലേക്ക് വരാം. ശ്രീ ഫസൽ ഗഫൂർ അടുത്ത ഞാൻ അങ്ങയിലേക്കാണ് വരുന്നത്. ഒരു നിമിഷം ഞാൻ ശ്രീ പ്രമോദ് പുഴകരയിലേക്ക് ഞാൻ പറയുകയാണ്. ശ്രീ ഫസൽ ഗഫൂർ പതുക്കെ ഉള്ള ഇംഗ്ലീഷ് കൂടെ നീ പറഞ്ഞു നിർത്താ. അമേരിക്കയിൽ എന്തെങ്കിലും ആവശ്യം വന്ന ജോർജ് ബുഷ് എന്ത് ചെയ്യൂടെ? എനിക്ക് അതിന്റെ ഗൗരവം മനസ്സിലാകുന്നുണ്ട്. ഞാൻ പറയട്ടെ, ഞാനാണല്ലോ എന്റെ സുഹൃത്താണ്. ഇവൻ ആദ്യം പിടിച്ച് പുറത്താക്കെ. ഇവനെ കണ്ടപ്പോഴേ എനിക്ക് അലർജി അറിയാം. ഈ ചർച്ച നടത്തുന്നത് ഞാനാണ്. എന്റെ പൊന്നിയിടത്തി ഇവളെ കൊണ്ട് ഇതൊന്നും ഉണ്ടാക്കിക്കല്ലേ, നമ്മൾ ജീവിതം മറുത്തു. ആരിഫ് ഹുസൈൻ തെരുവത്ത്, അങ്ങ് നോക്കൂ, ഞാൻ വിശ്വാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലല്ല അങ്ങയോട് ചോദിച്ചത്. ഞാൻ ഈ വിശ്വാസത്തിന്റെ പേരിൽ ഇത്തരം തീവ്രമായ നിലപാടുകൾ, ഇത്രയും കടുത്ത നിലപാടുകൾ സ്വീകരിക്കുന്ന ഗ്രൂപ്പുകളെ കുറിച്ചാണ് ഞാൻ അങ്ങയോട് ചോദിച്ചത്. അങ്ങ് പറഞ്ഞതിലേറെയും വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ്. അത് പിൻവലിക്കേണ്ട ബാധ്യത അങ്ങയുടേതാണ്. ഇത് മതത്തിന്റെ വിഷയം തന്നെയാണ്. ഇത് സമസ്തയുടെ വേദിയിൽ നിന്ന് പെൺകുട്ടിയെ സ്റ്റേജിൽ നിന്നും ഇറക്കി വിട്ടതും അന്നും അവർ സമസ്തയുടെ നേതാക്കൾ പറഞ്ഞത് ഇത് മതം തന്നെയാണ് എന്നതാണ്. ഇവിടെ ഈ പറയുന്ന വിഷയം ആഭാസമാണ് എന്ന് പറഞ്ഞത് ഇസ്ലാമിന്റെ വിഷയം വെച്ചുകൊണ്ട് തന്നെയാണ്. അത് ഹയാ എന്ന് പറയുന്ന വിഷയമാണ് അവിടെ കടന്നു വരിക. പിടിക്കപ്പെടുന്ന സമയത്ത് ഈ ജനാധിപത്യ മര്യാദയെ കുറിച്ച് പറയുന്നത് തട്ടിപ്പാണെന്നാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരു തട്ടിപ്പ് വെച്ചുകൊണ്ട് ഈ വിഷയത്തിൽ നിന്ന് ഒളിച്ചോടാൻ നമ്മൾ സമ്മതിക്കരുതെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ സമ്മതിക്കില്ല. അങ്ങനെ തന്നെ തിരുമണ്ട. ഇവിടെ വിഷയത്തിന്റെ ഇതിന്റെ കാമ്പ് എന്ന് പറയുന്നത്, ഇതിന്റെ കോർ എന്ന് പറയുന്നത് എന്താണ്? മതവിശ്വാസം തന്നെയാണ്. ആ വിശ്വാസത്തെ കുറിച്ച് സംസാരിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല എന്നുണ്ടെങ്കിൽ അത് എന്റെ വിഷയമല്ല, അത് ഇവിടുത്തെ ഇരിക്കുന്ന ആളുകളുടെ പാനലിസ്റ്റുകളുടെ വിഷയമല്ല. അവരത് അഡ്രസ് ചെയ്യട്ടെ, അവരുടെ പ്രശ്നമാണത്. എനിക്കത് പ്രശ്നമാക്കേണ്ട കാര്യം എന്താ ഉള്ളത്? ഇത് കൃത്യമായിട്ട് മതത്തിന്റെ കണ്ണുകൊണ്ട് തന്നെയാണ് അവർ അതിനെ ആഭാസം എന്ന് വിളിച്ചത്. ആ മതത്തിന്റെ കണ്ണുകൊണ്ട് തന്നെയാണ് അവരതിനെ ഈ പറയുന്ന അഴിഞ്ഞാട്ടം എന്ന് അവർക്ക് വിളിക്കാൻ കഴിയുന്നത്. കഷ്ടപ്പെട്ടോക്ക് വെറുതായല്ലോ. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും. അത് വളരെ മോശമാണ് കേട്ടോ ചെയ്തത്. ചർച്ചയ്ക്ക് വിളിച്ചിട്ട് അവസരം തരാതെ ഒളിപ്പിച്ച് കിടത്തിയത് ശരിയായില്ല. നിങ്ങളുടെ അജണ്ടയാണ് നിങ്ങളിവിടെ കാണിച്ചത്. എന്റെ പേര് പോലും നിങ്ങൾ മര്യാദയ്ക്ക് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടില്ല. എന്ന് വെച്ചാൽ എക്സ് ജിഹാദി എന്നാണ് ഞാൻ വെക്കാൻ പറഞ്ഞത്. അത് നിങ്ങൾക്ക് പറ്റൂല എന്ന് പറഞ്ഞു. എന്നാൽ ശരി, എക്സ് മുസ്ലിം എന്ന് വെക്കാൻ പറഞ്ഞു. ഈ പാനലിൽ ഇരിക്കുന്ന ആരുടെയോ ഒരു സാധനം ഹലോ എന്ന് പറഞ്ഞു കാണും. അത് കണ്ട് പേടിച്ചിട്ട് നിങ്ങളത് മാറ്റി സാമൂഹിക സേവകനോ അങ്ങനെ എന്തോ ആക്കി മാറ്റിയിരിക്കുകയാണ്. ഉളുപ്പുണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇത്രയുള്ളോ മാതൃഭൂമിയുടെ പത്രപ്രവർത്തന ധാർമ്മികത എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. എനിക്കതിനുള്ള ആംബിയർ ഇല്ലെന്ന് നിനക്ക് അറിഞ്ഞൂടെ? ഇത്രയുള്ളോ നിങ്ങളുടെ ഈ ഒരു ധൈര്യം എന്നാണ് ചോദിക്കുന്നത്. ഇതൊക്കെ വെച്ചിട്ടാണോ നിങ്ങൾ വലിയ പത്രപ്രവർത്തനം എന്നൊക്കെ പറഞ്ഞ് നടക്കണമെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഒരവസരം തരാൻ പോലും നിങ്ങൾക്ക് ധൈര്യമില്ല എന്നുള്ളതാണ്. ഞാനിവിടെ പറഞ്ഞ കാര്യം ഇനി ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. അതായത് എന്താണ്, പ്രത്യയശാസ്ത്രത്തെ കുറിച്ച് അധികം പറയരുത്, മതങ്ങളെ ഒന്നും നമ്മൾ അജണ്ടകളെ കുറിച്ച് മാത്രമേ പറയാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ജാനകി എന്നുള്ള പേരിന്റെ കാര്യം വന്നപ്പോൾ ഇവിടെ ഇരുന്ന അഭിഭാഷകൻ വാതോരാതെ സംസാരിച്ചു. ഹിന്ദുത്വ, ഹൈന്ദവത എന്നൊക്കെ പറയുന്ന മതത്തെക്കുറിച്ചും ആ ആശയത്തെക്കുറിച്ചും പ്രത്യയശാസ്ത്ര ഭീകരത എന്ന് വരെ പറഞ്ഞു. അതൊന്നും അവിടെ പ്രശ്നമില്ല, അജണ്ടയും പ്രശ്നമില്ല. പക്ഷേ അതേസമയം ഈ പറയുന്ന സൂംബയുടെ വിഷയത്തിലേക്ക് വരുമ്പോൾ ആ അജണ്ടയുടെ പിന്നിലുള്ള ആ പ്രത്യയശാസ്ത്രമായ ഇസ്ലാമിനെ കുറിച്ച് പറയുമ്പോൾ അത് വലിയ പ്രശ്നമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നു. ഇത് തന്നെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത് ഇതാണ്. അപ്പോൾ അത് ഏതായാലും നമുക്കിവിടെ തുറന്നു കാണിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ വിജയം. ശരി, പോട്ടെ, കൂടുതൽ എന്നെ നാറ്റിക്കരുത്. പിന്നെ കാണാം. അപ്പോൾ ഈ മാധ്യമങ്ങൾ തന്നെയാണ് സത്യത്തിൽ ഇവിടെ ഈ ഇസ്ലാമിക ഭീകരതയും ഇത്തരത്തിലുള്ള സമസ്താദി
ഇത്തര ജിഹാദി കൂട്ടങ്ങളെയും വളർത്തുന്നത് എന്നതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ഇവിടുത്തെ നാട്ടുകാർ എന്റെ വ്യക്തിപരമായ പേര് ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോടാ.